കാരണം ഈ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞ സിനിമയൊക്കെ എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാം ഭാഗത്തിന്റെ ആ ഒരു ക്വാളിറ്റി അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യും ആൾക്കാർ. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ട്, എന്തായിരിക്കും ആൾക്കാർ എങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആണ് ലൈഫിൽ, ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്നത്, ആർക്കും സമാധാനമില്ല, സന്തോഷമില്ല. അപ്പോൾ ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് ഒരു 10% ഒരു ആത്മശാന്തി കിട്ടട്ടെ. എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഈ പുരാണങ്ങളിൽ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റാതെ, ഏത് മതഗ്രന്ഥാണെങ്കിലും അതിൽ വരുന്ന ആളുകളുടെ സൈസും അവരുടെ ലൈഫ് സ്പാനും ഇതൊക്കെ എന്ന് വെച്ചാൽ 1000 വർഷങ്ങൾ ഒരാൾ ജീവിച്ചാൽ ഒരു ശാപം കിട്ടി 10 ലക്ഷം വർഷം അയാൾ ഒരു കല്ലായി കിടന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമസ്കാരം. ന്യൂറൽ മുനീറുൽ പൂർണ്ണാനന്ദ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് പേരുടെ വാരണാസി യാത്രകളിൽ അവർക്കൊപ്പം കൂട്ടുപോയ പുസ്തകം. ഇപ്പോൾ അഗർത്ത അതിന്റെ 2ാം ഭാഗം ജനങ്ങളിലേക്ക് എത്തുകയാണ്. അഗർത്തയും പൂർണ്ണാനന്ദയെയും നമുക്ക് സമ്മാനിച്ച നിസാർ ഇൽത്തുമിഷാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും പൂർണ്ണാനന്ദ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ബാക്കി യാത്ര അറിയാൻ കാത്തിരിക്കുന്നവരാണ് പലരും. അപ്പോഴാണ് അഗർത്ത ഇപ്പോൾ ആളുകളിലേക്ക് എത്താൻ പോകുന്നത്. എന്താണ് അഗർത്തയുടെ വിശേഷങ്ങൾ? അഗർത്ത ആക്ച്വലി ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 2 days ബിഫോർ ആയിരുന്നു പ്രീ ലോഞ്ച് അനൗൺസ് ചെയ്തത്. ആ ദിവസം തന്നെ ഫസ്റ്റ് എഡിഷൻ കംപ്ലീറ്റ്ലി പ്രീ ബുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്ന ആൾക്കാർ ഈ പൂർണ്ണാനന്ദയുടെ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന്. കാരണം അതിൽ വായിച്ച സമയത്ത് അവർക്ക് കാശിയെക്കുറിച്ചും ഹിമാലയത്തെക്കുറിച്ചൊക്കെ കുറച്ചും കൂടി പറയാമായിരുന്നില്ല എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുറച്ചും കൂടിയാണ് ഞാൻ ഈ അഗർത്തയിൽ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ പൂർണ്ണാനന്ദ നമ്മൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോടിന്റെ ഗ്രാമീണ ഭംഗിയും നാട്ടും പുറവുമാണ് കൂടുതൽ, ഒരു 80% നിൽക്കുന്നത്. ആ 30% കാശിയെയും വാരണാസിയെയും ഒക്കെ സ്നേഹിച്ചവരാണ് ഇന്നലെ ഈ പുസ്തകത്തെ കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. സോ അവരെ സംതൃപ്തിപ്പെടുത്താൻ അഗർത്തയ്ക്ക് സാധിക്കുമെന്നാണ്. തീർച്ചയായിട്ടും. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹിമാലയവും അതുപോലെ തന്നെ ഇതിൽ കേദാർനാഥ്, ബദ്രിനാഥ്, അതുപോലെ തന്നെ സൂഫികളുടെ താഴ്വര, അങ്ങനെ കുറെ സ്ഥലങ്ങൾ ഞാനിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കഥയുടെ പശ്ചാത്തലം പൂർണ്ണമായിട്ടും കേരളം വിട്ടിട്ടുണ്ട്. കേരളത്തിലേക്ക് വളരെ അപൂർവമായിട്ടേ വരുന്നുള്ളൂ ഇതില്. നമുക്കറിയാം മലയാളികൾക്ക് എന്നും ഭയങ്കര കൗതുകമുള്ള ഒരു ഭാഗങ്ങളാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞ കേദാർനാഥ്, ബദ്രിനാഥ്, വാരണാസി തുടങ്ങിയ സ്ഥലങ്ങൾ. അവിടുത്തെ ആളുകളുടെ ജീവിതങ്ങൾ, അവിടുത്തെ ആചാരങ്ങൾ, അതിനൊന്നും മലയാളി സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും അത് അറിഞ്ഞിരിക്കാൻ വലിയ കൗതുകമുള്ളവരാണ്. അപ്പൊ അതിനെ സാറ്റിസ്ഫൈ എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് എന്നുള്ളതാണ്. സത്യമായിട്ടും. കാരണം ഈ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞ സിനിമയൊക്കെ എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാം ഭാഗത്തിന്റെ ആ ഒരു ക്വാളിറ്റി അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യും ആൾക്കാർ. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ട്, എന്തായിരിക്കും ആൾക്കാർ എങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷെ എനിക്ക് എന്റെ പബ്ലിഷർ മാൻകൈൻഡ് ലിറ്ററേച്ചർ ആണ്, അവർ പറഞ്ഞു 100% ധൈര്യമായിട്ട് സെറ്റാണ്, ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നതാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു 1.5 വർഷത്തോളം പൂർണ്ണാനന്ദ വീട്ടിലിരിക്കുകയായിരുന്നു, ആരും വാങ്ങിയില്ല. പിന്നീട് ഒരു റീൽ, ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം അഗർത്തയ്ക്ക് ഈ പൂർണ്ണാനന്ദയെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം അഗർത്തയെ എല്ലാവരും കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റു പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. 2008 ഓർമ്മകളും തേടി എന്ന് പറഞ്ഞിട്ടുള്ള നോവല്. അതിനുശേഷം എനിക്കൊരു 15 വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ ന്യൂറൽ മുനീറുൽ പൂർണ്ണാനന്ദ. അതിനുശേഷം കൊമ്മക്കയം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം, അഗർത്ത. അങ്ങനെയാണ് 4 പുസ്തകങ്ങളാണ്. ഇതിൽ 3 പുസ്തകം എനിക്ക് ആദ്യത്തെ പുസ്തകത്തെക്കാൾ ബാക്കി 3 പുസ്തകങ്ങളും സമൂഹത്തിൽ ചർച്ചയാകാൻ അഗർത്ത വരുന്നതേ ഉള്ളൂ എങ്കിലും ഇപ്പോഴേ ചർച്ചയാണ്. കൊമ്മക്കയത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി തിരിച്ച് അഗർത്തയിലേക്ക് വരുമ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ അഗർത്ത മുന്നോട്ട് വെക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെങ്കിലും അഘോരികളുടെ ഭാഗമാണെങ്കിലും പല ഈ വാരണാസി മേഖലകളിലുള്ള പല മതത്തിൽപ്പെട്ടവരുടെ ജീവിതങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് അഗർത്തയുടെ ഒരു പശ്ചാത്തലത്തിൽ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് അഗർത്തയുടെ ഏറ്റവും വലിയ ഒരു പോയിന്റ്? അഗർത്ത ഞാൻ എഴുതിയ എന്തിനാന്ന് വെച്ചാല് എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആണ് ലൈഫിൽ, ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്നത്, ആർക്കും സമാധാനമില്ല, സന്തോഷമില്ല. അപ്പോൾ ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് ഒരു 10% ഒരു ആത്മശാന്തി കിട്ടട്ടെ എന്ന് എനിക്കും അതുപോലെ തന്നെ വായിക്കുന്നവർക്കും. എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫിന്റെ പേർപ്പസ് എന്താണ്, എന്തിനാണ് ജനിച്ചത്, എങ്ങനെയാണ് നമ്മൾ ഈ കുടുംബത്തിൽ വന്ന് പിറന്നിട്ടുള്ളത്, എങ്ങനെയാണ് നമുക്ക് ഈ സുഹൃത്തുക്കൾ ഉണ്ടായത്, എങ്ങനെയാണ് ഈ ഭാര്യ വന്നത്, ഈ ഒരു ചെയിൻ ഓഫ് റിലേഷൻഷിപ്സ് ഉണ്ടല്ലോ. ഇതിൽ ചില ആൾക്കാർ നമ്മൾ വിട്ടുപോകുന്നു, ചില ആൾക്കാർ ചതിക്കുന്നു, ചില ആൾക്കാർ മരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു സമസ്യ എന്താണെന്നുള്ള ആലോചനയിൽ നിന്നാണ് ഈ ഒരു അഗർത്ത വരുന്നത്. ആൻഡ് ഫൈനലി ഹൂ ആം ഐ, ഞാൻ എല്ലാ പുസ്തകത്തിലും എഴുതി കൊടുക്കാറ് അവനവനെ തേടിയുള്ള യാത്ര. അപ്പൊ എങ്ങനെയാണ് ഞാൻ എന്തിന് ജനിച്ചു, വാട്ട് ഈസ് പർപ്പസ് ഓഫ് മൈ ലൈഫ്,
ഇതിന്റെ ഒക്കെ ഒരു ടാലി, ഒരു ബാലൻസ് ഷീറ്റാണ് അഗർത്ത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പേർക്ക് മനസ്സിലാക്കാൻ അങ്ങയുടെ പുസ്തകങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നോക്കുമ്പോൾ അതിന്റെ കമന്റ് വായിച്ചു ഞാൻ. അതിലൊരു ചേച്ചി എഴുതിയിട്ടുണ്ട്, അവരുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അവര് വളരെയധികം ഡിപ്രഷനിലായിരുന്നു. അപ്പോഴാണ് പൂർണ്ണാനന്ദ വായിക്കുന്നത്. പിന്നീട് അങ്ങയുടെ ഒരു 10ഓളം ഇന്റർവ്യൂസ് കണ്ടു. അങ്ങയിൽ നിന്ന് ആ കിട്ടുന്ന ഒരു വൈബ്രേഷനിലാണ് അവര് ഇപ്പോൾ ഭയങ്കര പോസിറ്റീവായി മുന്നോട്ട്. അത് വലിയൊരു കാര്യമാണ് എന്നുള്ളതാണ്. അതിന് പലരും എന്നെ വിളിക്കാറുണ്ട്, പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറയും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ രണ്ടാം ഭാഗത്തിൽ ഇതിനേക്കാളും കൂടുതൽ അവർക്ക് അറിയണം. കാരണം കേരളത്തെ കുറിച്ചൊക്കെ എല്ലാവരും പറയുന്നത് അവർ ജീവിക്കുന്ന ഒരു വിധാനമാണ്. അപ്പൊ പുറത്ത് നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളിലെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടിയും ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കേരളത്തിനെ അധികം പരാമർശിക്കാതെ മറ്റുള്ള അധികം ആൾക്കാരൊന്നും ചെന്നെത്തിയിട്ടില്ലാത്ത, കണ്ടെത്തിയിട്ടില്ലാത്ത മേഖലകളിലൂടെയാണ് അഗർത്ത പോകുന്നത്. ഈ അഗർത്ത എന്ന് പറയുന്ന സമയത്ത് തന്നെ അതൊരു വലിയ ഒരു ടേമാണ് അഗർത്ത. പലർക്കും പല രീതിയിലായിരിക്കും അഗർത്ത മുമ്പിൽ വന്നിട്ടുണ്ടാവുക. ഞാൻ ഉദ്ദേശിക്കുന്നത് പല മതഗ്രന്ഥങ്ങളിലും, ടിബറ്റൻ ആണെങ്കിലും ഹിന്ദു, ജൈന എല്ലാ മതങ്ങളിലും ഈ ഒരു അഗർത്തയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ക്രിസ്ത്യാനികൾ പറയുകയാണെങ്കിൽ ഏദൻ തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ ഓരോ റിലീജിയനിലും ഉണ്ട്. അപ്പൊ ഇതിൽ ടിബറ്റൻ ആൾക്കാർ അതിനെ ശംബാല എന്ന് വിളിക്കുന്നുണ്ട്. ഹിന്ദു മിത്തോളജിയിലും ശംബാല ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ചൈനീസ് അവര് അതിനെ ഷാങ്ക്രില എന്നാണ് വിളിക്കുന്നത്. പിന്നെ അഗർത്ത എന്നുള്ള പേരുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി വേൾഡ് ആണ്. ഈ ഭൂമി ആ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതാണ്, അതായത് ഈ പുരാണങ്ങളിൽ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റാതെ, ഏത് മതഗ്രന്ഥാണെങ്കിലും അതിൽ വരുന്ന ആളുകളുടെ സൈസും അവരുടെ ലൈഫ് സ്പാനും ഇതൊക്കെ എന്ന് വെച്ചാൽ 1000 വർഷങ്ങൾ ഒരാൾ ജീവിച്ചാൽ ഒരു ശാപം കിട്ടി 10 ലക്ഷം വർഷം അയാളെ ഒരു കല്ലായി കിടന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ സയൻസ് ഇതിനെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതായത് മിസ്റ്റീരിയസ് ഡയറി ഓഫ് അഡ്മിറൽ, ഒരു എന്താ അയാളുടെ പേര്, റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്മിറലിന്റെ ഒരു ഡയറി ഉണ്ട്. അതിപ്പം മിസ്സിംഗ് ആണെന്ന് പറയുന്നു. അദ്ദേഹം ഈ US ആർമിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ഹൈ ജമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം അന്റാർട്ടിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യലി ഒരു എന്താ എക്സ്പീരിയൻസ് ഉണ്ടായി. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ചെറു വിമാനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകെ ഒരു പറക്കും തളികകളിൽ ആളുകൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ലാൻഡ് ചെയ്ത സമയത്ത് മനുഷ്യർ തന്നെ, പക്ഷെ കുറച്ചുകൂടി സൈസും കുറച്ചുകൂടി ഇതൊക്കെ ഉള്ള ആൾക്കാർ അദ്ദേഹത്തെ ഒരു ടണലിനുള്ളിലൂടെ കൊണ്ടുപോയിട്ട് അവരൊരു ഭൂമിക്കുള്ളിലേക്ക്, അതായത് ക്രസ്റ്റ് മാന്റിൽ കോർ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ഒരു ചില സയന്റിസ്റ്റുകൾ പറയും ഹോളോ തിയറി എന്ന് പറയും അതിന്. അപ്പോൾ ഈ ഭൂമിക്കുള്ളിൽ തന്നെ 3 ലെയറുകളിലും ഒരു ലെയറിൽ ജീവൻ ഉണ്ട്, അവിടെ ഒരു ഊർജ സ്രോതസ് ഉണ്ട്, ആ സ്രോതസ്സിന് ചുറ്റും മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ ഇദ്ദേഹം അവിടെ എത്തിയെന്നും ആ ആളുകളായിട്ട് സംസാരിച്ചെന്നും പറയുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട് ഞങ്ങളുടെ ലോകത്ത് സമാധാനപരമായി ജീവിക്കുകയാണ്, നിങ്ങളുടെ ലോകത്ത് ഞങ്ങൾ വന്നിട്ടേ ഇല്ല. എസ്പെഷ്യലി ഒരൊറ്റ പ്രാവശ്യം വന്നിട്ടുണ്ട്, ഹിരോഷിമയില് അണുബോംബ് ഇട്ട സമയത്ത് ആ ശബ്ദം ഞങ്ങളെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പുറത്തു വന്നു, എന്താണ് ഇനി ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം തിരിച്ചെത്തിയിട്ട് പെന്റഗണിൽ വെച്ചിട്ട് നമ്മുടെ പ്രസിഡന്റുമായിട്ടൊക്കെ ഭയങ്കര കൂടിക്കാഴ്ചകളും 5-6 മണിക്കൂർ ഇന്ററോഗേഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ട്രൂമാനുമായിട്ടായിരുന്നു ആ സമയത്ത് പ്രസിഡന്റ്. അപ്പോൾ ആ സമയത്ത് മെഡിക്കൽ സംഘം വന്നിട്ടുണ്ട്, പിന്നെ ഇന്റലിജൻസിന്റെ സംഘം വന്നിട്ട് അവരൊക്കെ ഇദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ട്രൂ ആയിട്ട് പറയുന്നത്, സയന്റിഫിക് ആയിട്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം. പിന്നെ അതുപോലെ തന്നെ ഈ അന്റാർട്ടിക്കയിലുള്ള ഒരു എന്താ പറയുക, ജർമ്മൻ നാസി സേന അവിടെ ഒരു ബേസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിന്റെ പേര് ഞാൻ മറന്നു, ഒരു ജർമ്മൻ നെയിമാണ്. അപ്പൊ അവിടെ ഈ അന്റാർട്ടിക്കയിൽ മഞ്ഞല്ലാതെ ഒന്നും ഇല്ലാത്ത ഈ അന്റാർട്ടിക്കയിൽ അവരവിടെ ഫ്രൂട്ട്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം, വെജിറ്റബിൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അവിടെ ശുദ്ധമായിട്ടുള്ള വായു ഉണ്ട്, മനുഷ്യർക്ക് താമസിക്കാവുന്ന ടെമ്പറേച്ചറിൽ ഒരു ബേസ് അവർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിറ്റ്ലർ കൊല്ലപ്പെട്ടു എന്നാണ് ഇവാ ബ്രൗണിന്റെ കൂടെ സൂയിസൈഡ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്നത് ഹിറ്റ്ലർ അപ്പം മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം
ഈ അഗർത്ത തേടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ 2ാം ലോക മഹായുദ്ധത്തില് നാസി സൈന്യത്തിന്റെ കയ്യിൽ അൾട്രാ മോഡേൺ ടെക്നോളജീസ് ഉണ്ടായിരുന്നു. ആ കാലത്ത് മറ്റുള്ള ആർമീസിന്റെ കയ്യിലൊന്നും ഈ ടെക്നോളജീസ് ഉണ്ടായിരുന്നില്ല. കാരണം അഗർത്തയിലുള്ള ആൾക്കാർക്ക് അഡ്വാൻസ് ടെക്നോളജി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഹിറ്റ്ലറും ഈ അഗർത്തയിലുള്ള മനുഷ്യരും തമ്മിൽ എന്തൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ പുരാണങ്ങളിൽ മാത്രമല്ല സയൻസും ഇത് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ്. അതുപോലെ തന്നെ ഈ ടിബറ്റില് US-ന്റെ CIA ഏജൻസ് അവിടെ കൊളറാഡോയിലെ ഒരു ഹാലെ എന്ന് പറഞ്ഞൊരു ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നിലും അവർക്ക് ടിബറ്റിൽ എവിടെയോ ആണ് ഈ അഗർത്ത എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ലിങ്ക് അവർ ക്രിയേറ്റ് ചെയ്യാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ അന്ധവിശ്വാസം ഈ സയൻസ് USSR-ഉം പിന്നെ ഫ്രാൻസും ജർമ്മനിയും US-ഉം ഒക്കെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇതിനു വേണ്ടിയിട്ട് ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ശരിക്കും അത്ഭുതപ്പെടുന്നത്. അല്ലാതെ പുരാണങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്നതൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ യുവന്മാരെന്തിനാണ് ഇതിന് തേടി നടക്കുന്നത്? ഇപ്പോഴും അതിനുള്ള റിസർച്ച് നടക്കുന്നുണ്ട്. പറയപ്പെടുന്നത് ടിബറ്റൻ മലമടക്കുകളിൽ എവിടെയോ ആണ് ഈ ശംഭാല എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും കണ്ടെത്താതിരിക്കട്ടെ. അവിടെ എപ്പോഴും ശാന്തിയും സമാധാനവും ഉള്ളൊരു നാട് എന്നാണ് അത് വിശ്വസിക്കപ്പെടുന്നത്. അവിടേക്ക് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലേണ്ട താമസം അതോടുകൂടി അഗർത്തയുടെ കഥ തീരും. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ഒരു ലോകം ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ മറഞ്ഞു കിടക്കട്ടെ. പിന്നെ എന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ശംഭാല ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലായിരിക്കും. നമ്മുടെ ഉള്ളില് നമ്മൾ ഈ കസ്തൂരി ചുമക്കുന്ന കസ്തൂരിമാന്റെ പറയും പോലെ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അത് അന്വേഷിക്കുകയായിരിക്കും. ആ ഒരു ഇന്നർ പീസും ആ ട്രാങ്ക്വിലിറ്റിയും എല്ലാം ഓരോ മനുഷ്യന്റെ ഉള്ളിലാണ്. അത് കണ്ടെത്തിയാല് കഴിഞ്ഞു. അതാണ് സക്സസ് ഓഫ് ലൈഫ് എന്നാണ് ഞാൻ ഈ അഗർത്തിനോട് പറയാൻ വിചാരിക്കുന്നത്. ഈ പൂർണ്ണാനന്ദയുടെ വിജയത്തിന് ഒരു മെയിൻ റീസൺ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് അതിന്റെ ഭാഷയാണ്. കൃത്യമായി ടിപ്പിക്കലായിട്ട് കോഴിക്കോട് സംസാരിച്ചു വരുന്ന ഭാഷയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരുപാട് പേർക്ക് കണക്ട് ആയി. ഒരുപാട് പേര് അതിൽ ഒരു എന്താ പറയാ ഒരു ക്യൂരിയോസിറ്റി എലമെന്റ് അല്ലെങ്കിൽ പുതിയ വാക്കുകൾ കണ്ടുപിടിച്ചതിന്റെ ഒരു സന്തോഷം എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അതേ ലാംഗ്വേജ് തന്നെയാണോ അഗർത്തയ്ക്കുള്ളത്? അഗർത്തയില് ഞാൻ ഈ പൂർണ്ണാനന്ദ 2 തരം ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട്. കാശിയെ കുറിച്ച് എഴുതിയ സമയത്ത് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ക്ലാസിക്കൽ ആയിട്ടുള്ള മലയാളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റത് അൾട്രാ കൊളോക്കിയൽ ആയിട്ടുള്ള കോഴിക്കോടൻ നാടൻ ഭാഷയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അഗർത്തയിലേക്ക് വരുന്ന സമയത്ത് റിഫൈൻഡ് ആയിട്ടുള്ള ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ത്രൂ ഔട്ട് അത് ഹിമാലയവും ആ ഒരു ഭാഗമായിട്ടൊക്കെ അവിടെ ആരും ഇങ്ങനത്തെ കോഴിക്കോടൻ മലയാളം സംസാരിക്കുന്നില്ല. അതുകൊണ്ട് അവർ കുറച്ചുകൂടി നമ്മൾ ഈ സീരിയല് ജയ് ഹനുമാനൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നുവോ വത്സ എന്നൊക്കെ പറയുന്ന പോലത്തെ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പഠിക്കാൻ മിടുക്കനായിരുന്ന നിസാർ ഇൽത്തുമിഷ് പരീക്ഷയ്ക്ക് അടുത്ത ഒരു ദിവസം ഒരു യാത്ര പോവുകയാണ്. പിന്നീട് ഒരു സഞ്ചാരിയായി മാറുകയാണ്. എന്താണ് ആ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം? അത് എനിക്കറിയില്ല ആക്ച്വലി എന്തായിരുന്നു അന്നത്തെ മോട്ടിവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. 12ാം ക്ലാസ്സിലാണ്. +2 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു പോരുന്നു. അവനും പോന്നു. അങ്ങനെ ഒരു 101-102 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചെത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലുള്ള പല ഭാഗങ്ങളിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയില്ല. ലൈഫിൽ ഒരു 101 ദിവസം തന്നെ ഒരു 1,00,000 ദിവസത്തെ എക്സ്പീരിയൻസസ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ എന്തായിരുന്നു ഇതിന്റെ റീസൺ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ബിക്കോസ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ യാത്രയോടുള്ള അടങ്ങാത്തൊരു പാഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നൊന്നും അറിയില്ല. അന്നൊക്കെ ചിലപ്പോൾ വിചാരിച്ചത് പരീക്ഷ പേടിച്ചിട്ട് പോയതായിരിക്കും. എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എന്തിനാ പോയത് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു ഭ്രാന്ത് എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത് അപ്പം തന്നെ ഇഗ്നൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ബേസ്റ്റായി. ഇപ്പൊ പിന്നെ എപ്പോഴും യാത്ര തന്നെയാണ്. അന്നത്തെ യാത്രകൾ എവിടേക്കായിരുന്നു 12ാം ക്ലാസ്സിൽ? അന്ന് ഞങ്ങള് ട്രെയിൻ എങ്ങോട്ടാണോ പോകുന്നത് ആ വഴിക്ക് അങ്ങ് പോയത്. നമുക്ക് ഇന്ന ലക്ഷ്യത്തിൽ എത്തണം എന്നില്ല. 500 രൂപയും കൊണ്ടായിരുന്നു പോയത്. അതൊക്കെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ തീർന്നു. പിന്നെ കള്ളവണ്ടികളായിരുന്നു. എപ്പോഴും ഇങ്ങനെ ഏതെങ്കിലും ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറും. അവർ രാവിലെ എവിടെ എത്തുന്നു അവിടെ ഇറങ്ങും. എന്നിട്ട് അവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും തരികയാണെങ്കിൽ അത് കഴിക്കും. അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും പ്രസാദങ്ങൾ, അത് കഴിക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ട്രെയിൻ കയറും. അതെവിടെ ഇറങ്ങുന്നു അവിടെ നിൽക്കും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തു. ഞങ്ങള് ചിദംബരത്ത് ഒരു ഉടുപ്പി ശ്രീകൃഷ്ണവിലാസം ഹോട്ടലില്, പിന്നെ ഒരു ചെന്നൈയില് ഷംന ടീ സ്റ്റാളില്, ആന്ധ്രയില് പിന്നെ പത്മസരോജം ബാറില്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്യും, ജോലി ചെയ്യും, പട്ടിണി കിടക്കുകയും വിശപ്പറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു യാത്ര.
യാത്രയിൽ. അത് ഭയങ്കരമായിട്ട് എന്നെ റിഫൈൻ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ആ യാത്ര. കൂട്ടുകാരൻ ഇപ്പൊ എവിടെയാണ്? ഞങ്ങൾ തിരിച്ചു വന്ന സമയത്ത് എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, ഒരു വർഷം പോയി. അപ്പൊ ഞാൻ +2 സയൻസ് ആയിരുന്നു. ഞാൻ വീട്ടിലിരുന്ന് സയൻസ് പഠിച്ചിട്ട് ഒറ്റയ്ക്ക് എഴുതി പാസ്സായി സയൻസ്. അപ്പൊ എനിക്ക് ഒരു വർഷമാണ് മിസ്സായത്. റഫീഖ് ആദ്യം മുതൽ +1 മുതലൊക്കെ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 വർഷം പോയി. ഇപ്പൊ വർക്ക് ചെയ്യാണ്, അവന് കൊമേഴ്സിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ. ഈ പൂർണ്ണാനന്ദ അഗർത്ത ഈ കഥകളിലെല്ലാം ഒരു ഹിന്ദു പശ്ചാത്തലമാണ്. നിസാർ എന്ന പേരും മതവും അതിനൊരു തടസ്സമായി? എനിക്കൊരു തടസ്സവും ഫീൽ ചെയ്തിട്ടില്ല, ആൾക്കാർക്ക് ഭയങ്കര തടസ്സം. ഈവൻ കഴിഞ്ഞ പിന്നെ ഞാൻ ഭാരത് മീഡിയക്ക് കൊടുത്ത ഇന്റർവ്യൂവിന്റെ അടിയിൽ ഇന്ന് രാവിലെ വെറുതെ ഇങ്ങനെ കമന്റ്സ് ജസ്റ്റ് നോക്കിയപ്പോൾ ഉണ്ട്, ഇയാൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്, ഇയാൾക്ക് ഇതിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല, ഇയാൾക്ക് എന്ത് റൈറ്റ് ഉണ്ട് ഇതിനെ കുറിച്ചൊക്കെ പറയാന്നൊക്കെ ആൾക്കാർ. എനിക്കൊരു റൈറ്റും ഇല്ല, ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാ A to Z അറിയുന്ന ആളുമല്ല. ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുന്നു, അല്ലാതെ ഞാൻ അതിന് ഗഹനമായിട്ടുള്ള റിസർച്ച് നടത്തിയിട്ട് ഇതാണ് അതിന്റെ കറക്റ്റ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറയുന്നില്ല. എനിക്ക് 10% പോലും അറിവില്ല. ഞാൻ എന്താണോ കണ്ടിട്ടുള്ളത്, ഞാൻ അറിഞ്ഞിട്ടുള്ളത്, അത് ഞാൻ ജസ്റ്റ് നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി ആയിട്ട് പറയുന്നു എന്നുള്ളൂ. ഇതൊക്കെ എല്ലാവരും വിശ്വസിക്കണമെന്നോ അല്ലെ ഇതൊക്കെ എല്ലാവരും ഫോളോ ചെയ്യണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നുമില്ല. അല്ല, പള്ളികളെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും സംസാരിച്ചാൽ മാത്രം പോരെ എന്നുള്ള വാദം ഞാനും കണ്ടിരുന്നു ഒരുപാട് കമന്റ്. അതെ അതെ. അപ്പോ എന്റെ പശ്ചാത്തലങ്ങൾ വരുന്ന സമയത്താണല്ലോ നമ്മൾ അതിലേക്ക് എത്തുന്നത്. ഈ അഗർത്തയിൽ തന്നെ ഖുർആൻ എന്നുള്ള കുറെ റെഫറൻസസ് ഉണ്ട്. ആനക്കലഹം പോലെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഖുർആനിക് റെഫറൻസസ് വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബിബ്ലിക്കൽ റെഫറൻസസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബുദ്ധ മതത്തിൽ നിന്നുള്ള റെഫറൻസസ് ഉണ്ട്. എനിക്ക് പുരാണങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനത് എഴുതുന്നത്. പിന്നെ എൻ്റെ കഥ റിലേറ്റഡ് ടു ഒരു സ്പിരിച്വൽ ജേർണി, ഹിന്ദു മുസ്ലിം ജേർണി ആയതുകൊണ്ടാണ് അതിൽ ഈ ഹിന്ദു ഇതിന്ന് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ റെഫറൻസസ് ഞാൻ എടുത്തത്. ഓക്കെ.